ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നല്ല വേനൽക്കാലമാണല്ലോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമാണ് മാങ്ങയും ചക്കയും. അപ്പോൾ ഇന്ന് എനിക്ക് 3 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ തൊട്ട് അയൽവാസി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഈ ഒരു വർഷം മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ പറമ്പത്ത് മാങ്ങയൊന്നുമില്ല, ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മാങ്ങയൊന്നും നമുക്ക് കിട്ടാനില്ല. നമ്മളെ വീട്ടിലൊന്നുമില്ല കേട്ടോ മാങ്ങ. എന്നാലും നമ്മുടെ അയൽവക്കത്തൊക്കെ ഇഷ്ടംപോലെ മാങ്ങയുള്ളതുകൊണ്ട് എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴുത്തതും പച്ചയും ഒക്കെ തന്നിട്ട് ഈ വർഷം നല്ല രീതിയിൽ നമ്മൾ മാങ്ങ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പറയാണ്. അപ്പോൾ 3 മാങ്ങ നല്ല പോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് കടുമാങ്ങ അച്ചാറിടാനാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ കടുമാങ്ങ അച്ചാറിടുമ്പോൾ നമ്മൾ നല്ലപോലെ മാങ്ങ കഴുകിയിട്ട് തുടച്ചെടുക്കണം. അത് ഏതച്ചാറായാലും തുടച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് കേട് വരാതിരിക്കാനാണ് നമ്മൾ തുടച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കീറിയിട്ട് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കുനുകുനിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നൈസാക്കാം കേട്ടോ. അപ്പോൾ തോലൊന്നും കളയണ്ട, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 3 മാങ്ങയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കല്ലുപ്പ്, ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത് പൊടിച്ചതല്ല, കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് വെക്കുന്നത്. അപ്പോൾ വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുടഞ്ഞിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് എല്ലാ രീതിയിലും എത്തും, എല്ലാ ഭാഗത്തും എത്തും. അപ്പോൾ ഈ ഉപ്പ് കിടന്ന് മാങ്ങയൊന്ന് വാടട്ടെ. അപ്പം നമ്മൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി, അതേപോലെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 3 മാങ്ങയ്ക്ക് ആവശ്യമായത് എടുത്തിട്ടുള്ളൂ കേട്ടോ. പൊടികളായിട്ട് കുറച്ച് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത്, കുറച്ച് ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് പരിപ്പ്. അപ്പോൾ നമ്മൾ അമ്മിയിലിങ്ങനെ പച്ചക്കടുക് തരക്കിയെടുത്തിട്ട് പാറ്റിയെടുത്തതാണ് ഈ പരിപ്പ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കും. കടുകൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കും. ഇനി നല്ലപോലെ ഒന്ന് മൂത്ത് വരും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച പൊടികൾ ഒരുമിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയിൽ കിടന്നിട്ട് പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് കേട്ടോ. പൊടിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ പൊടികളൊക്കെ ഇതിൽ യോജിക്കത്തക്ക വിധം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങക്ക് പുളി കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് വിനാഗിരി കുറച്ച് അല്പം അധികം ചേർക്കുന്നത്. വിനാഗിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ കായം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വിനാഗിരി അങ്ങ് സ്കിപ്പ് ചെയ്യും. ഇൻസ്റ്റൻറ്റ് അച്ചാറാക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി.
അപ്പോൾ അവസാനം നമ്മൾ കടുക് പൊരിക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചേർത്തതൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാറിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനെപ്പോഴും മൺചട്ടിയിലാണ് അച്ചാറിടാറ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ അലൂമിനിയം പാത്രത്തിൽ അച്ചാറിട്ട് വെച്ചാൽ ആ പുളിപ്പ് കാരണം നമ്മുടെ പാത്രം കേട് വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, എന്തായാലും കേട് വരും. ആ കുത്തൊക്കെ വരും, ക്ലാവ് പോലെ വരും. അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അച്ചാറിട്ടിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എന്തായാലും മാറ്റുക. നല്ലപോലെ ആറിയിട്ടാണല്ലോ നമ്മൾ മാറ്റും. അപ്പോൾ ഒരു ദിവസം എന്തായാലും ഇരിക്കും, പിറ്റേന്നായിരിക്കും ഞാൻ മാറ്റുക. അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ആ ഒരു ട്രഡീഷണൽ ഫ്ലേവറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് കടുമാങ്ങ അച്ചാറിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.